ജോലിയുള്ളത് അഭിമാനമാണെന്ന് ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറയാറുണ്ട്. ജോലിക്ക് പോകുന്നവരോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റാണ്. കാരണം വീട്ടുജോലിയും ജോലി സ്ഥലത്ത് വർക്കും ഒക്കെ ചെയ്ത് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ വീട്ടിലെ ജോലികൾ മാത്രം എടുക്കുന്ന വീട്ടമ്മമാരോടും എനിക്ക് റെസ്പെക്റ്റാണ് കേട്ടോ. കാരണം അത് വല്ലാത്തൊരു ജോലിയാണ്. ഒരു വീട് ഭരിക്കാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാട് ഭരിക്കുന്നതിന് തുല്യമാണ്. ഭരിക്കാൻ മീൻസ് തല്ലി പിടിക്കുക, മെക്കിട്ട് കയറുക, അവരെ ഭരിപ്പിക്കുക ഇവരെ ഭരിപ്പിക്കുക എന്നുള്ളൊരു ഭരിപ്പിക്കലല്ല, അത് കൊണ്ട് കിടക്കുക എന്നുള്ളത് വലിയൊരു ഡ്യൂട്ടിയാണ്. വലിയ വായിൽ വർത്താനം പറയാൻ മാത്രം 10-30 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ല കുടുംബജീവിതത്തെ പറ്റിയും ഫാമിലി ലൈഫിനെ പറ്റിയൊക്കെ. ഞാൻ എൻ്റെ ഈ ഒരു 13 കഴിഞ്ഞു, 14ാമത്തെ വർഷമാണിപ്പോൾ. അത്ര നാളത്തൊരു ഇതിൻ്റെ പുറത്താണ് പറയുന്നത്. ഒരു വീട് നയിച്ചുകൊണ്ട് പോവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിപ്പുള്ള പണിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളങ്ങനെ രാവിലത്തെ അലക്കൊക്കെയാണ്. ഈ ടാറ്റയും കൊടുത്ത് പറഞ്ഞു വിടുന്നത് എൻ്റെ കെട്ടിയാരെയാണ്. ജോലിക്കല്ല, ആള് വാഗമൺ ടൂർ പോയേക്കാണ്. അപ്പോൾ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഞാനിപ്പോഴാണ് വീഡിയോ വോയിസ് കൊടുക്കുന്നതെന്ന് മാത്രം. നമുക്കിങ്ങനെ ഘട്ടം ഘട്ടമായിട്ടാണ് കുഞ്ഞുള്ളതുകൊണ്ട് വീഡിയോ എടുക്കും, പക്ഷേ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനൊക്കെ പറ്റുന്നത്. അങ്ങനെ ടാറ്റയൊക്കെ കൊടുത്ത് ചേട്ടനെ പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും എന്താ നമ്മുടെ ഇൻസ്റ്റാൾമെൻറ്റുകാരൻ ചേട്ടൻ വന്നു കേട്ടോ. നിങ്ങൾ എന്നോട് ഒരു തവണ ഞാനിങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റിൽ സാധനം മേടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഭയങ്കര ഇതാണ് എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ ഞാൻ പറയട്ടെ, എന്നെ പോലുള്ള എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഒരുപാട് സാമ്പത്തികമുള്ള ആൾക്കാരുടെ കാര്യമല്ല. എന്നെ പോലെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു 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 സഹായമാണ് ഇതൊക്കെ. നമുക്കത് അങ്ങനെ ഒന്നിച്ച് കാശ് കൊടുത്ത് മേടിക്കാൻ കയ്യിലില്ലെങ്കിൽ കുറേശ്ശെ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റുന്ന ഒരു ഇത് നമുക്ക് ഇങ്ങനെ മേടിക്കുന്നത് നഷ്ടമാണ്. അവർ 10-200 രൂപ കൂടുതലാണ്. ആ 200 രൂപ കൂടുതൽ മേടിച്ചോട്ടെ. ആ കൂടുതൽ മേടിച്ച് 200 രൂപ കിട്ടാൻ നമ്മുടെ വാദിക്കൽ അവർ എത്ര തവണ വരണം? ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയണേ. ഇതേപോലുള്ള വീട്ടമ്മമാർ ഒത്തിരി ഉണ്ടാവും, പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ പറയണം. അപ്പം ഞാൻ മേടിച്ചത് എൻ്റെ കുഞ്ഞു മോക്കുള്ളൊരു കുഞ്ഞു കുക്കറാണ്. അവൾക്ക് ഇപ്പോൾ 6 മാസം. ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് 6 മാസം ആയിട്ടില്ല, കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം ആയി കഴിയുമ്പോഴത്തേനും ഇച്ചിരി തരിക്കഞ്ഞി മീൻസ് പൊടിയരിക്കഞ്ഞിയോ അല്ലെങ്കിൽ ഇച്ചിരി കുക്കറിൽ നമ്മൾ ക്യാരറ്റ് വേവിച്ചതൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മൾ വേവിക്കണ കുക്കറിൽ ഇറച്ചിയും അതേപോലെ മുട്ടയും അതൊക്കെ വെക്കണമല്ലേ, എരിവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവൾക്ക് മാത്രമായിട്ടൊരു കുഞ്ഞു കുക്കർ മേടിച്ചു. അത് ഉദ്ഘാടിച്ചിട്ടില്ല, ഉദ്ഘാടനം നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇന്നിതാ ദോശമാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ധൈര്യമാണ്. ഫ്രിഡ്ജിൽ ഇച്ചിരി ദോശമാവ് വെള്ളയപ്പത്തിൻ്റെ മാവ് ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ. ഇപ്പോൾ വൈകിട്ട് പിള്ളേർ വരുമ്പോഴും എന്തുണ്ടാക്കി കൊടുക്കുന്നുള്ള ആദ്യമൊന്നുമില്ല. ഇത്തിരി ദോശ ഉണ്ടാക്കി നെയ്യിട്ടങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരവിടെ ഇരുന്ന് അത് കഴിച്ചോളും. തേങ്ങാപ്പീര ഇട്ടിട്ട് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടെങ്കിൽ വേഗം ഒരു ചമ്മന്തി ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. നമ്മൾ വലിയ ആഡംബരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. ഇപ്പം അതിലും വലിയൊരു പണിയാണ്. ഞാൻ ചീസ് ഇച്ചിരി മേടിച്ച് വെച്ചിട്ടുണ്ട്. ചീസ് ഈ ദോശ ഇങ്ങനെ നെയ്യൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടൊന്ന് അങ്ങോട്ട് ആക്കിയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കഴിച്ചോളും. അപ്പോൾ ഇന്നിപ്പോൾ ചീസൊന്നും വെക്കാനുള്ള സാധാരണ ദോശ. തക്കാളിക്കറി ഉണ്ട്. അപ്പോൾ തക്കാളിക്കറിയും കൂട്ടി കഴിക്കുകയാണ്. ഞാനും പിള്ളേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെയോ ഇങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണം. അപ്പോൾ ചോക്കുട്ടൻ ഞാൻ സഹായിക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് വന്നതാണ് കണ്ടത്. അപ്പോൾ ഞാൻ പറയുന്ന വായു എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പണികൾ തരാം. അപ്പോൾ എൽസ് ഉറങ്ങുകയാണ്. അപ്പം മഴ ആയതുകൊണ്ട് ഇച്ചിരി നേരമൊക്കെ ഉറങ്ങും, പക്ഷെ എന്നാലും വിട്ടൊരു ഉറക്കൂല. അവൾക്ക് കൂടെ ആരെങ്കിലും വേണം. ഞാൻ എപ്പോഴും അന്നമോളോട് പറയാം, അന്നമോൾ ഈ വെക്കേഷൻ സമയത്ത് എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്ന് ഈ കൊച്ചിനെ ഇപ്പം നിലത്ത് വെക്കാൻ പറ്റുള്ളൂ. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അതിൻ്റെ ശീലമൊന്ന് എന്തെങ്കിലും ഒരു മടിയുണ്ടെങ്കിൽ പറയണം കേട്ടോ. നിലത്തൊന്ന് കിടത്തി പഠിപ്പിച്ച് എനിക്ക് പണിയെടുക്കാനായിട്ട്. എന്തെങ്കിലും എൻ്റെ ഒരു കസിൻ ചേച്ചിയുടെ കുഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ, പേരൊന്നും ഞാൻ പറയുന്നില്ല. അവൾ ചെറുതായിരുന്ന സമയത്ത് അവളെ നിലത്ത് കിടത്തിയിട്ട് ഇങ്ങനെ ചേച്ചി ഇങ്ങനെ എന്ന് പറയുമ്പോൾ അവൾ അവിടെ കിടന്ന് ഉറങ്ങും. അല്ലെങ്കിൽ എണ്ണീറ്റ് അവിടെ കിടന്ന് കമന്നും തിരിഞ്ഞൊക്കെ അവൾ കളിക്കും. ഇവളെ നമ്മൾ ഫുൾ ടൈം എടുക്കണം. ഇവളെ എണ്ണീറ്റ് ഇവളെ എടുക്കണം. അല്ലെങ്കിൽ ഇവക്കടെ എടുത്തില്ലെങ്കിലും ഇവളുടെ അടുത്ത് ഇവക്ക് നമ്മളെ കണ്ടുകൊണ്ടിരിക്കണം. ഞാൻ അതാണ് ഫുഡൊക്കെ ആയിട്ട് പോയി കട്ടിൻ്റെ മേലെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കണത്. സങ്കടം ഇവളിങ്ങനെ പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്ത് എൻ്റെ മോൾ എടുത്തുകൊണ്ട് നടന്നു, ഞാൻ എടുത്തുകൊണ്ട് നടക്കും. അങ്ങനെ നടന്ന് ഇവളിപ്പോൾ നിലത്ത് കിടക്കണില്ല. ആരെങ്കിലുമൊക്കെ ചുറ്റിനും വേണം. അപ്പം ഞാൻ അങ്ങനെ ദോശയൊക്കെ ആക്കി ചായയൊക്കെ ആക്കി റെഡിയാക്കി വെക്കുകയാണ്. ദോശയ്ക്ക് ഇപ്പോൾ സാമ്പാറില്ലെങ്കിലും ഈ തക്കാളി ചമ്മന്തി ആകുമ്പോൾ ഇഷ്ടമാണ്, കഴിച്ചോളും. അന്നമോൾക്ക് പുളി അധികം കഴിച്ചുകൂടാ, പക്ഷെ എന്നാലും ഞാൻ ഇച്ചിരിയൊക്കെ കൊടുക്കും കേട്ടോ. നമ്മൾ കഴിക്കുമ്പോൾ എങ്ങനെ അവൾ
നോക്കി നിൽക്കില്ല. അപ്പം നമുക്ക് സങ്കടം വരും. അപ്പോൾ എന്നോട് കർശനമായിട്ടൊക്കെ ചില സമയത്ത് നമുക്ക് ഇസ്നോഫീലിയ ഇച്ചിരി കൂടി വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞു, എല്ലാം ഒരുവിധം നോർമലൊക്കെ ആയി. കർശനമായിട്ട് പറഞ്ഞിരുന്നു പുളിയുള്ളതൊന്നും കൊടുക്കാതെ. അപ്പം ഞങ്ങളും പുളി എന്ന് പറഞ്ഞ സാധനമേ സ്കിപ്പ് ചെയ്തു, ഇങ്ങോട്ട് ഉപയോഗിക്കാറേ ഇല്ല എന്ന് പറയാം. അപ്പോൾ ജോക്കൂട്ട് എന്താ സഹായിക്കാൻ ഒഴിവ് ദിവസങ്ങളിൽ സഹായ മനസ്ഥിതി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ചായ കൊണ്ടുവയ്ക്കുന്നതാണ് ആ കാണുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോയിക്കോളാം, വേണ്ട 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 എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കരുതി ഒരു 5 അടിയേ ഉള്ളൂ ദൂരം നമ്മുടെ അടുക്കളയിൽ നിന്ന് ഡൈനിങ് ടേബിൾ വരെ. അപ്പം നമ്മൾ അതിന് മാത്രം ടെൻഷൻ അടിക്കണം, ഞാനിവിടെ ഇങ്ങനെ നോക്കിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ 3 പേരുടെയും ചായ ഒരു പാത്രത്തിൽ വെച്ചിട്ട് കൊണ്ടുപോയതാണ് ആ കണ്ടത്. എത്തണ വരേക്ക് ഞാൻ നോക്കി നിൽക്കും കേട്ടോ. അങ്ങനെതാ അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയപ്പോൾ അന്നമ്മ പറയുകയാണ് നമ്മുടെ അത്ര ആവാനായിന്ന്. എൻ്റെ അമ്മേ, എനിക്കത് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനാണ്. അങ്ങനെ ദോശയൊക്കെ അന്നമ്മക്ക് 2 ദോശയും കൂടി പിന്നെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു. ഞാൻ എന്താ കഴിക്കാൻ കേട്ടോ. അപ്പോഴും എൽസോ നല്ല ഉറക്കമായിരുന്നു. ഞാൻ കഴിച്ച് ആ ദോശ ഒരു പകുതി ആയി വന്നപ്പോഴത്തേനും എനിക്ക് എന്ന് പറഞ്ഞൊരു കരച്ചിൽ കേട്ടു. അപ്പോൾ ഞാൻ പോയി പിന്നെ എടുത്തിട്ട് വന്നു, എൻ്റെ മടിയിൽ ഇരുത്തിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. കാരണം ഇതിങ്ങനെ മാവിരിക്കണ്ടല്ലോ, അപ്പോൾ സമാധാനമായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ അങ്ങനെ കഴിക്കാനായിട്ട് നേരം വൈകിയത് കൊണ്ട് എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിള്ളേർക്കും വിശക്കുന്നുണ്ടാവും. പൊതുവേ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല വിശപ്പാണ്. വിശപ്പെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ ഫീഡ് ചെയ്തിട്ടുള്ളവരും ഫീഡ് ചെയ്യുന്നുള്ളവരായിട്ടുള്ള അമ്മമാർക്ക് മനസ്സിലാവും. ഒരു 5 മാസമൊക്കെ ആകുമ്പോൾ സമയത്ത് കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് പാലങ്ങ് വലിച്ചങ്ങ് കുടി, അവർക്കും ഭയങ്കര വിശപ്പ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പം നമ്മളങ്ങ് ടയേർഡായി പോകും. കറക്റ്റായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ കുഴഞ്ഞു പോകും. കിടന്നാൽ മതി, കിടക്കണം എന്നുള്ളൊരു വിചാരമായി പോകും. അതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ മാക്സിമം ഫുഡ് ഉള്ളിലേക്ക് ഞാൻ കഴിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കും. ഇപ്പോൾ ഒന്നിനും പറ്റില്ലെങ്കിൽ ഒരു ഏത്തപ്പഴം ഉണ്ടെങ്കിൽ അതെങ്കിലും എടുത്തിടും. അപ്പം ഞാൻ അന്നമോള് കൈയൊക്കെ കഴുകി വന്നപ്പോൾ തന്നെ അന്നമോളുടെ കൈ കൊടുത്തിട്ടു ബാക്കി കുളിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. ഇനി ചേച്ചി എന്ത് എണ്ണ ഇട്ടാൽ കുളിപ്പിക്കണം? ഞാൻ നാൽപ്പാമരാതി ഓയിലാണ് യൂസ് ചെയ്യണത്. വേറൊരു ഓയിലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ യൂസ് ചെയ്യാനുള്ള ഒരു സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഞാൻ വേഗം കുഞ്ഞിനെ കുളിപ്പിച്ചു, പയ്യെ തുടച്ച് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ ദോശമാവ് ബാക്കി ഉണ്ടായത് നാളത്തേക്കും കൂടി അല്ലെങ്കിൽ വൈകുന്നേരത്തൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ദോശമാവ് ബാക്കി ഉണ്ടായത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. നമുക്ക് എന്നും ഓൾമോസ്റ്റ് ഇതേപോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ഡ്യൂട്ടി. അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സ്നേഹത്തോടെ ദേഷ്യത്തോടെ പറയുന്നവരുണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെയുള്ള കാണിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നവരൊക്കെ ഉണ്ട്. ഇതേ ഉള്ളൂ എനിക്ക് കാണിക്കാൻ. ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ റൊട്ടീൻ. കുഞ്ഞ്, വീട്, ഭക്ഷണം ഉണ്ടാക്കൽ, ഇത് പുറത്തു പോകുന്നതൊക്കെ വളരെ കുറവാണ്. ഈ ഒരു 2-2.5 കൊല്ലം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ ഇപ്പോൾ 6 മാസം ആയപ്പോഴത്തേനും പയ്യെ കുറുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിലൊക്കെ ഇങ്ങനെ പരതുമ്പോഴേ, നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേ, പരത എന്നൊക്കെയുള്ള വലിയ വാക്ക് നമ്മൾ ഇതിന് വേണ്ടി തപ്പി ഇരിക്കുമ്പോഴാണല്ലോ അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേനും ഞാൻ കുറേ ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ജ്യൂസാക്കി കൊടുക്കുക. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു, അന്നയൊക്കെ ചെറുതായിരുന്നു, ഒരു 10-12-11 വർഷം മുന്നേ ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മളിങ്ങനെ അത് വേവിച്ച്, ആപ്പിൾ വേവിച്ച് ഉടച്ച് അരച്ച്, ക്യാരറ്റ് അരച്ച് അതൊന്നും കൊടുത്തിട്ടില്ല. നമ്മൾ വെറുതെ ഇങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ വേവിക്കുമ്പോൾ അതിൽ നിന്നൊരു കഷ്ണം വേവിച്ചിട്ട് ഉടച്ചിട്ട് ചോറിൽ കുഴച്ച് കൊടുക്കും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയണേ, ഞാൻ ചെയ്തിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ല. സത്യം പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ പറയണു മുട്ടയുടെ മഞ്ഞയാണ് ആദ്യം കൊടുക്കേണ്ടതെന്ന്. പക്ഷേ ഞാൻ അന്നയ്ക്ക് മുട്ടയുടെ വെള്ളയാണ് ആദ്യം കൊടുത്തത്. എന്തോ എവിടെയോ ഒരു കേട്ടറിവ് പോലെ വീട്ടിൽ നിന്ന് നോക്കിയാൽ പറഞ്ഞപ്പോഴത്തേനും മുട്ടയുടെ മുട്ട 8 മാസമാകുമ്പോഴത്തേനും വെള്ള കൊടുത്തു തുടങ്ങാം, അപ്പോൾ മുട്ടയുടെ വെള്ള കൊടുത്തോളൂ എന്ന് ചോദിച്ച ആൾക്കാരും പറഞ്ഞപ്പോഴത്തേനും ഞാൻ വെള്ളയാണ് കൊടുത്തത്. പക്ഷെ എന്തോ ദൈവം സഹായിച്ച് അവൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജോക്കുട്ടൻ വന്നപ്പോഴത്തേനും പിന്നെ നമുക്ക് കുറച്ചും കൂടി അറിവാകും. നമ്മളിങ്ങനെ ഓരോ കാലഘട്ടം നമ്മുടെ മുമ്പിൽ നിന്ന് കഴിഞ്ഞ് പോകും തോറും നമുക്ക് അറിവുകൾ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് നമ്മൾ ബെറ്റർ ആവും. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടപ്പോഴത്തേനും ഇങ്ങനെ ക്യാരറ്റ് പ്യൂരി, അതേപോലെ തന്നെ ആപ്പിൾ പ്യൂരി, ഫ്രൂട്ട്സ് കൊടുക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ളിൽ നിന്ന് ജ്യൂസ് മാത്രം വരുന്ന ഒരു കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം, അതൊക്കെ കണ്ടപ്പോഴത്തേനും എത്രത്തോളാണല്ലേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇപ്പം അവർക്ക് ഫീഡിങ് സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. ഞാൻ അതൊന്നും മേടിച്ചിട്ടില്ല. ഞാൻ സാധാരണ ഒരു സ്റ്റീൽ പാത്രത്തിലും ചെറിയൊരു സ്പൂണും വെച്ചിട്ടാണ് അവൾക്ക് കോരി കൊടുക്കുന്നത്. ഇതുവരെ ഈ 2 ദിവസമായിട്ടും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല.
അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവളാണെങ്കിൽ ആദ്യമൊക്കെ ഒന്ന് കഴിക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ചെങ്കിലും പിന്നെ പൊതുവെ പിള്ളേർ മടി കാണിക്കുമല്ലോ. എൻ്റെ മോൾ അങ്ങനെയായിരുന്നു. ജോക്കോട്ടൻ അങ്ങനെ, ജോക്കോട്ടൻ തെറിപ്പിക്കുമായിരുന്നു. വെറുതെ ഇങ്ങനെ അവൻ്റെ മുഖമൊക്കെ ഇങ്ങനെ കുറുക്കോണ്ട് ഫേഷ്യൽ ചെയ്ത പോലെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അപ്പം ഞാൻ എന്താ സാമ്പാറിനുള്ള പരിപ്പും കാര്യങ്ങളൊക്കെ വേവാൻ വെച്ചിട്ടുണ്ട്, ചോറ് വേവാൻ വെച്ചിട്ടുണ്ട്, ചോറല്ല അരി കഴുകി വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചെമ്മീൻ ഞാൻ പുറത്തെടുത്ത്, അത്യാവശ്യം വലിയ ചെമ്മീനാണ് കേട്ടോ. ഈ വലിയ ചെമ്മീനാണ് നാരൻ ചെമ്മീൻ എന്ന് പറയുന്നത്. ഈ വലിയ ചെമ്മീൻ എങ്ങനെ നാരൻ ചെമ്മീനാവണേ? വലിപ്പമുള്ള ചെമ്മീനെ നമ്മൾ വേറെ എന്തെങ്കിലും പേര് വിളിക്കണ്ടേ? ഇതിനെയാണ് നാരൻ ചെമ്മീൻ എന്ന് പറയുന്നതെന്ന്. ഞാൻ പറഞ്ഞത് നാര് പോലെ അല്ലല്ലോ ഇരിക്കണേ, വലുതായിട്ടല്ലേ ഇരിക്കണേ, എപ്പോഴും എൻ്റെ ഒരു സംശയമാണ്. അങ്ങനെതാ നമ്മൾ ചെമ്മീൻ്റെ നടുക്കുള്ള അഴുക്ക് കോലൊക്കെ എടുത്ത് കളയാണ്. അഴുക്ക് കോലല്ല, ഒരു ഞരമ്പ് പോലത്തെ ഒരു അഴുക്കിൻ്റെ ഒരു ഇതുണ്ടാവും. അതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ കൊച്ചുങ്ങൾക്ക് പ്രത്യേകിച്ച് അവർക്ക് വയറുവേദന എടുക്കും. അങ്ങനെ ഇത് വറുത്തിട്ടാണ് ഞാൻ ഇന്ന് വെക്കണേ. എന്നിവിടെ ചാറുകറിയുടെ ആൾ ഇന്നിവിടെ ഇല്ല. ചേട്ടനുണ്ടെങ്കിൽ ഇച്ചിരി ചാറാക്ക്, അല്ലെങ്കിൽ ഇച്ചിരി ഇങ്ങനെ എന്താ പറയുക, ഒരു ഇതുപോലെ ആക്കി എടുക്കുന്നൊക്കെ പറയും. അപ്പോൾ എനിക്കിത് വെക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും കേട്ടോ. അപ്പോൾ ചേട്ടൻ 2 ദിവസത്തേക്കാണ് പോയേക്കണം. അപ്പോഴേക്കും ചെമ്മീൻ കാലിയാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ചെമ്മീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അന്നമ്മയും ജോക്കൂട്ടനും. അന്നൊക്കെ ഒരുപാട് കഴിച്ചാലും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ്, പക്ഷേ എന്നാലും അവൾ കഴിക്കും, ഇഷ്ടമാണ്. ഇതൊക്കെ ഈ ചെമ്മീനിൽ ചട്ടിയിലിട്ട് ചോറ് കഴിച്ചിട്ടുണ്ട്. അത് ചെമ്മീൻ ഉലർത്തിയ ചട്ടിയിലിട്ട് മൺചട്ടിയിൽ കുറച്ച് ചോറിട്ടിട്ട് ഇച്ചിരി ഉപ്പും വെളിച്ചെണ്ണ ഇട്ടിട്ട് ഇച്ചിരി കോളം ചെമ്മീൻ വേണം. ഒരു 10 ഒരു കുഞ്ഞു ചെമ്മീനൊക്കെ ആണെങ്കിൽ ഒരു 10 വലിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ ഒരു 2 മുറിച്ചിട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് അങ്ങോട്ട് കഴിക്കണം. എന്ത് ടേസ്റ്റാണെന്നറിയോ? അങ്ങനെ കഴിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബിലോ. ചട്ടിയിൽ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ കേട്ടോ. അപ്പം ഞാൻ എന്താ സാമ്പാർ ഉണ്ടാക്കുകയാണ്. തട്ടിക്കൂട്ട് സാമ്പാറാണ്. ചേട്ടനില്ലാത്തതുകൊണ്ട് ഞാൻ തട്ടിക്കൂട്ടായിട്ടാണ് ഉണ്ടാക്കണത്. ചേട്ടനെല്ലാപ്പോഴും പലപ്പോഴും തട്ടിക്കൂട്ടായിട്ടാണ് ഉണ്ടാക്കണത്. അങ്ങനെ കടുക് പൊട്ടിച്ചു, ഉലുവ പൊട്ടിച്ചു, നമ്മൾ ചെറിയ ഉള്ളി ഇട്ടു, വറ്റൽമുളക് ഇട്ടു, വേപ്പില ഇട്ടു. നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പച്ചക്കറി, കുറച്ച് കുമ്പളങ്ങ, കുറച്ച് വെണ്ടക്ക, കുറച്ച് ക്യാരറ്റ്, അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എന്താ നമ്മൾ രാവിലെ എടുത്ത് തക്കാളിയുടെ ബാക്കി ഉണ്ടായിരുന്നു, അതും കൂടി ഇടും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ അതൊന്ന് സോർട്ടായി വന്നപ്പോഴത്തേനും കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഇളക്കി ചേർത്തു. അപ്പോഴേക്കും ആ സാമ്പാർ പൊടിയുടെ പച്ച മണമൊക്കെ അങ്ങോട്ട് പോകും. അത് കഴിഞ്ഞ തക്കാളി, എൻ്റെ ഫ്രിഡ്ജിൽ തക്കാളി ഇരിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഇത് കളയണ്ടല്ലോ എന്നുള്ളൊരു അതിബുദ്ധിയിൽ ഞാൻ ഇട്ടു തക്കാളി. ഇത് നന്നായിട്ടപ്പോൾ നല്ല വരണ്ടിരിക്കുന്നതാണ്. എന്തായാലും നമ്മൾ സാമ്പാറിലിട്ടിട്ട് ഇളക്കി കഴിയുമ്പോഴേക്കും തക്കാളി അങ്ങോട്ട് ഉടയും. അപ്പോൾ ഈ തക്കാളിയുടെ ടേസ്റ്റ് മതിയല്ലോ, കളയാനും എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇട്ടു. പിശിക്കുന്നൊന്നും വിളിക്കണ്ട, അത്യാവശ്യം എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന പണികളൊക്കെ തന്നെയാണ് ഞാനും ചെയ്യണം. എന്നിട്ട് ഞാൻ എന്താ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് അതിലിരുന്നങ്ങ് വെന്ത് വരട്ടെ. വെന്ത് കഴിയുമ്പോഴത്തേനും നമുക്കതിലേക്ക് നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. കാരണം കുമ്പളങ്ങയൊക്കെ പെട്ടെന്ന് വേകുമെങ്കിലും നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കുമ്പളങ്ങയ്ക്ക്. അല്ലെങ്കിൽ കുമ്പളങ്ങയുടെ നടു വേകാണ്ട് ഇങ്ങനെ കിടക്കും, ആ ഉൾവശം വേകാണ്ട് കിടക്കും. നടു അല്ല കേട്ടോ, കുമ്പളങ്ങ കഷ്ണത്തിൻ്റെ ഉൾവശം വേകാണ്ട് ഇങ്ങനെ ഇരിക്കും. നമ്മളതിലേക്ക് പരിപ്പ് ഇട്ടിട്ടുണ്ട്, ഒന്ന് ഇളക്കി ചേർത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇച്ചിരി കായപ്പൊടി ഇട്ടു, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് അപ്പോഴേക്കും നമ്മുടെ സാമ്പാർ. അതിന് കടുക് വറുത്തൊന്നും ഞാൻ ഒഴിക്കുന്നില്ല, ഓൾറെഡി നമ്മൾ കടുക് അതിൽ പൊട്ടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ ചോറായിട്ട്. അപ്പോൾ ഞാൻ ചോറ് അടക്കുകയാണെങ്കിൽ നമുക്ക് ചെമ്മീനൊന്ന് മസാല പുരട്ടി അവിടെ വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി ഗരം മസാലയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അവിടെ നന്നായിട്ട് അവിടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ശരിയാക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എൽസും എണ്ണീക്കുകയും കരയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പോയി പാല് കൊടുക്കുന്നുണ്ട്, പിള്ളേർ കളിക്കുന്നുണ്ട്, കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിനി ട്യൂഷൻ ഉണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഞാൻ കരുതി ചെമ്മീൻ വറുത്തങ്ങാട് കയ്യോടെ തന്നെ റോസ്റ്റാക്കാം. റോസ്റ്റല്ല, നമുക്കൊരു ഒരു കറി പോലെ വെക്കാം. കറിയല്ല, ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ എന്താ വേഗം ചെമ്മീൻ വറുക്കണം. അപ്പോൾ തന്നെ ജോക്കോട്ടൻ വന്നു, അമ്മേ എനിക്കിങ്ങനെ വറുത്തത് മാത്രം മതി കേട്ടോ എന്ന്. ഞാൻ നടക്കില്ല. ഞാനിപ്പം മാക്സിമം എല്ലാ കറിയും കൂട്ടി പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് എൻ്റെ ഉള്ളിൽ അമ്മ മനസ്സ് ഉണരുമ്പോഴത്തേനും ഞാൻ വല്ലാണ്ട് അങ്ങോട്ട് എൻ്റെ മോനെ ഇഷ്ടമുള്ള പോലെ ചെയ്തു തരാട്ടോ, അല്ലെങ്കിൽ എൻ്റെ മോക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തു തരാട്ടോ എന്നുകൊണ്ട് കറിയാക്കാണ്ട് വറുത്തത് മാത്രം ഞാൻ കൊടുക്കും. 2 ആഴ്ച ഞാൻ ചിക്കൻ വറുത്താണ് ഇവർക്ക് കൊടുത്തത്. ഇവർക്ക് മാത്രം ഞാൻ കുറച്ച് പീസ് എടുത്തിട്ട് കൊടുക്കും വറുത്ത്. ചില നേരത്തെ എൻ്റെ ഉള്ളിൽ ആ ഒരു അമ്മ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്നേഹനിധിയായിട്ടുള്ളൊരു അമ്മയായിട്ട് മാറും. അപ്പം ഞാൻ അങ്ങനെ ചെമ്മീനൊക്കെ വറുത്തു. പക്ഷെ ഇന്ന് എനിക്ക് അത്ര സ്നേഹം ഉണ്ടായിരുന്നു. എനിക്ക് ഇച്ചിരി കലിമൂത്തിരിക്കുന്ന ദിവസമായിരുന്നു. കാരണം നമ്മളെല്ലാ കാര്യങ്ങളും ഒറ്റക്കാണല്ലോ ചെയ്യണം. അല്ലെങ്കിൽ ചേട്ടനുണ്ടെങ്കിൽ എളുപ്പമാണ്, കുറച്ച് ചേട്ടനൊക്കെ പിടിക്കും, ചേട്ടൻ കുഞ്ഞിനെ പിടിക്കും. പിന്നെ നമുക്ക് സത്യം എന്തൊക്കെ പറഞ്ഞാലും ഭർത്താക്കന്മാർ ടൂറ് പോകുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമം ഉണ്ടാവുമല്ലോ. പോയിട്ട് വരട്ടെ, സാരമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ എൻ്റെ ഉള്ളിൽ കിടന്ന് അങ്ങനെ തിളക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. അപ്പം ഞാൻ കരുതി നന്നായിട്ട് അങ്ങോട്ട് ചെമ്മീൻ വെച്ച് അങ്ങോട്ട് തിന്നാം. സത്യം പറയട്ടെ, അതാണ് എൻ്റെ ഉള്ളിൽ. പിന്നെ ഞാൻ ഇങ്ങനെ വിചാരിക്കേ, കുറേ എന്താ പറയുക, അവർ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അടിച്ചു പൊളിച്ച് നടന്ന ആൾക്കാരാണ്. ഇതിപ്പോൾ വീട്ടിൽ കുട്ടിയും മട്ടിയും ചട്ടിയും കാലമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും നമുക്കുണ്ടാവുന്നൊരു ദേഷ്യമാണത് അവർ പോകുന്നത് കാണുമ്പോൾ. ഈ പറഞ്ഞ പുള്ളിക്കാരൻ എപ്പോഴും, അതായത് എൻ്റെ ഭർത്താവ് എപ്പോഴും അങ്ങനെ പോകുന്ന ഒരാളാണ്, ട്രിപ്പൊക്കെ കിട്ടിയാൽ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ അതേപോലെ തന്നെ ഞങ്ങളെയും മാനേജ് ചെയ്യാറുണ്ട്, കൊണ്ടുപോകാറുണ്ട് പുറത്ത്. അപ്പം നമ്മളങ്ങനെ ഒറ്റയ്ക്ക് ഇപ്പോൾ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഞാൻ അവിടെ പഠിച്ചിരുന്ന സമയത്തൊക്കെ ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേനും നീ പൊയ്ക്കോ പിള്ളേരെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അപ്പം പറഞ്ഞ നേരം കൊണ്ട് ചെമ്മീൻ റോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടു, അതേപോലെ കുറച്ച് ഗരം മസാല ഇട്ടു, വേറെ പൊടികളൊന്നും ഞാൻ ഇട്ടില്ല. ബീഫ് മസാല ചിക്കൻ മസാല ഒന്നും ഇട്ടില്ല, ഗരം മസാല മാത്രം ഒന്ന് എക്സ്ട്രാ ആയിട്ട് ഇട്ടേക്കണം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുത്ത് ആ വറുത്ത ചെമ്മീൻ ഇട്ടപ്പോൾ സൂപ്പറാണ് സാറേ, ഒരു രക്ഷയില്ല. ഇത്തിരി തക്കാളിയും കൂടി ഇട്ടാൽ വരട്ടി അങ്ങ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇച്ചിരി ബിരിയാണി റൈസ് വേവിച്ചെടുത്ത ചെമ്മീൻ ബിരിയാണി ആയാനെ, നല്ല പൊളിപ്പനായാനെ. അങ്ങനെതാ ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യമില്ലേ, ഭർത്താക്കന്മാർ ടൂർ പോകുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ദേഷ്യം, അത് എനിക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും. എൻ്റെ കൂട്ടുകാരികളൊക്കെ വിളിക്കുമ്പോഴേക്കും ശബ്ദത്തിനൊക്കെ അനമ്പരം ഞാൻ ചോദിക്കുമ്പോൾ എന്താണ് എന്ത് പറ്റി തല്ല് പിടിച്ചെന്നെങ്കിൽ പറയും, ഇല്ലടി അങ്ങനെ ടൂർ പോയതിനാണ്. അപ്പോൾ എനിക്കതിൻ്റെ ഒരു ദേഷ്യമല്ല, അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ആ അവസ്ഥയായിരുന്നു ഇന്ന് എനിക്ക്. അപ്പോൾ അങ്ങനെ ചെമ്മീൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് ഞാൻ എൻ്റെ ആ ഒരു സങ്കടം അങ്ങോട്ട് മാറ്റി. നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വിഷമം മാറുമെന്ന് പലപ്പോഴും എൻ്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സങ്കടങ്ങൾ വരില്ലേ, തലവേദന വരില്ലേ, പ്രയാസങ്ങൾ വരില്ലേ, നല്ലൊരു ചായ ഇട്ട് കുടിച്ചു നോക്കിയേ, ഒരു സുഖം ഉണ്ടാവും. സത്യമാണ് ഞാൻ പറയണത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഞാനും എൻ്റെ മക്കളും കൂടി കഴിക്കാൻ. അപ്പോഴേക്കും എൽസു എണ്ണീറ്റു. പിന്നെ ചെമ്മീൻ റോസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ക്ഷമിച്ച് നിൽക്കാൻ പറ്റില്ല, വിശന്നിട്ടും പാടില്ല. അപ്പം ഞാൻ അന്നമ്മ പറയും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടമ്മ സൂപ്പറാണെന്ന് പറഞ്ഞു. എനിക്ക് ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, നല്ല കറിയാണെന്ന് പറയണ കേൾക്കാനായിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഇഷ്ടമുള്ള കറിയും കൂടി മനസ്സ് നിറച്ച്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമയാണ് ആ ടി വിയിൽ കാണുന്നത്. ഒന്ന് മണിച്ചിത്രത്താഴും, ഒന്ന് കമലദളും. ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഷ്ടമുള്ള സിനിമയും കണ്ട് സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഇതിലുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് നിങ്ങളെനിക്ക് പറഞ്ഞു തരണം കേട്ടോ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും, അപ്പോൾ അതേപോലെ എനിക്ക് പറ്റിയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങളത് കാണുകയാണെങ്കിൽ എന്നോടത് പറയുക കമൻറ്റ് ബോക്സിൽ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.